ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സമയം വരെ ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പേര് നടപടി സ്വീകരിച്ചു എന്നല്ലാതെ യൂത്ത് കോൺഗ്രസ് കൊടുത്ത പരാതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും ജയിൽ വകുപ്പ് തയ്യാറായിട്ടില്ല. ഞങ്ങൾക്കിതിൽ കൃത്യമായി ആരോപിക്കാനുള്ളത്, ഗോവിന്ദചാമി അന്ന് നടത്തിയത് ആ ജയിൽ ചാട്ടം എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ഡ്രില്ലായിരുന്നു. ഇങ്ങനെ ജയിൽ ചാട്ടം വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് അന്ന് ജയിലിൽ നടന്നത്. ഞങ്ങളൊക്കെ ജയിലിൽ പോയ ആളുകളാണ്. 1, 2, 3, 4 വ്യക്തികൾ വിചാരിച്ചാൽ പോലും ജയിലിൽ നിന്ന് ചാടാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഒരു കൈക്ക് വളരെ പ്രയാസമുള്ള ഒരാൾ ആരുടെയും സഹായമില്ലാതെ ജയിൽ ചാടി എന്ന് പറയുന്നത് അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി അതിൽ വിശ്വസിക്കുന്നു. ഇത് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് വേണ്ടി നടത്തിയ ഒരു മോക്ക് ഡ്രില്ലാണ്. അതുമാത്രമല്ല, അത് ആവർത്തിച്ചുകൊണ്ട് പലതും പുറത്തു തലത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തണം. ഇവിടെ ഇപ്പോൾ സാധാരണക്കാരായ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് ഇപ്പം ജയിൽ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന് സൂചിപ്പിക്കാറുള്ളത്.